ഹായ്, എൻ്റെ 7 ഡേയ്സ് പവർഫുൾ ഫിറ്റ്നസ് ചാലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് 7 ഡേയ്സ് ചാലഞ്ചിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും 7 ഡേയ്സ് ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന 3 ദിവസം മുന്നേ തന്നെ ഞാനിവിടെ കാണിക്കുന്ന ഈ വാമപ്പും അതിൻ്റെ കൂടെയുള്ള കൂൾ ഡൗണും അഥവാ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ഗുണം എന്താണ് പറയുക വെച്ചാൽ നമ്മൾ 7 ഡേയ്സിലെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള വാമപ്പ് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡേ 1 സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തിന് ബോഡി പെയിനൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രാജ്വലി ഡേ 1 പ്രോപ്പറായിട്ട് നമുക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് 1 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂൾ ഡൗൺ അഥവാ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്, അതും എങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡേ 1 മുതൽ ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാനും വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടൊക്കെ പോകാനും നിങ്ങൾക്ക് പറ്റും. നമ്പർ 1, ഇത് ചെയ്യാൻ പോകുന്ന ആളുകൾ പല സിറ്റുവേഷനും പല ലിമിറ്റേഷനുള്ള ആളുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ ലോവർ ബാക്ക് പെയിന്, അപ്പർ ബാക്ക് പെയിന്, നെക്ക് പെയിന്, നീ പെയിന്, ഇതുപോലുള്ളതും നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ PCOD, ഒബീസിറ്റി അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവരൊക്കെ ആയിരിക്കും ഈ പൊതുവെ ഇങ്ങനെയുള്ളവരും ഈ ചാലഞ്ച് മുന്നോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ ആളുകളെ ലിമിറ്റേഷൻസ് അനുസരിച്ച് മാത്രം നമ്മൾ വർക്കൗട്ട് മുന്നോട്ടൊക്കെ ഉണ്ടാകും. ഈ വർക്കൗട്ടിൻ്റെ രീതി എന്താണ് പറയുകയാണെങ്കിൽ ഒരു 6 മെയിൻ എക്സസൈസ് ആയിരിക്കും. അതിൻ്റെ 3 റൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ എക്സസൈസും 12-15 റിപ്പീറ്റേഷനും, ചില എക്സസൈസുകൾ ടൈം അടിസ്ഥാനത്തിലുള്ള 30 സെക്കൻഡ്സ് 40 സെക്കൻഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ലിമിറ്റേഷൻസ് ഉള്ളവരാണെങ്കിലും ബിഗിനേഴ്സ് പുതിയതായിട്ട് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന നമ്പേഴ്സ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 15 റിപ്പീറ്റേഷൻ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഇപ്പോൾ ഒരു 7-8 ആണെങ്കിൽ ആ 7-8 ചെയ്ത് നിർത്തി വെക്കുക. ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ 15 കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് 1, ഈ വർക്കൗട്ട് അഥവാ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവിക തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെച്ച് നിർത്തിയിട്ട് അഡ്വൈസ് പ്രോപ്പറായിട്ട് കിട്ടിയതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഈ വർക്കൗട്ടിൽ ഓരോ എക്സസൈസും ചെയ്യുന്ന സമയത്ത് ആ എക്സസൈസുകളൊക്കെ കറക്റ്റ് ഫോമിലാണോ ചെയ്യുന്നതെന്ന് മേക്ക് ഷുവർ ചെയ്യാം. കറക്റ്റ് ഫോമിലല്ലെങ്കിൽ അതും നിങ്ങൾ പ്രോപ്പറായിട്ട് അഡ്വൈസ് ചോദിച്ചതിൻ്റെ ശേഷം മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്യുന്നത് ഹെൽത്തും നല്ല ഫിറ്റ്നസ്സും നേടാനും വേണ്ടിയിട്ടാണ്. അപ്പം ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പുഷ് ചെയ്ത് ഒരിക്കലും ചെയ്യരുത്. ഓരോ ആളുകൾക്ക് ഓരോ ലിമിറ്റേഷൻസ് ഉണ്ടാവും, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ ആ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അഡാപ്റ്റ് ചെയ്ത് ചെയ്യാൻ. അപ്പോൾ അത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ 7 ഡേയ്സ് ഫിറ്റ്നസ് ചാലഞ്ചിൽ ഉൾപ്പെട്ടതാണ് മിനി ടാസ്കുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ. മിനി ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ലൈഫിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ ഈ സൊസൈറ്റിയിൽ നമുക്ക് കുറേ മിസ്സിങ് സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അത് ചെയ്യാൻ പറ്റാറില്ല. ഒന്ന്, നമ്മൾ ഉറക്കം പ്രധാനമായിട്ടും. അത് നിങ്ങൾ 7 hours ഉറങ്ങുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഏർലി ഉറങ്ങിയിട്ട് ഏർലി എഴുന്നേൽക്കുന്നതായിരിക്കും ഉത്തമം. നെക്സ്റ്റ് 1 അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് വെള്ളം കുടിക്കുന്നത്. നോർമലായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, മിനിമം നമ്മൾ ഒരു 8 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഈ ഫിറ്റ്നസ്സും വർക്കൗട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും 2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്താം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് എന്താണ് പറയുകയാണെങ്കിൽ, മെഷർ ചെയ്യാനുള്ള മെത്തേഡ്, നിങ്ങൾക്ക് 1/2 ലിറ്ററിൻ്റെ ഒരു 6 ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിച്ചിട്ട് സ്കെയിൽ ചെയ്യാം. അതുമല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ 3 ഭാഗമാക്കിയിട്ട് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഈ ചാലഞ്ചിൽ തരുന്ന ഫസ്റ്റ് 2 മിനി ടാസ്കുകൾ ഇതായിരിക്കും. ഇത് മിനി ടാസ്ക് ഒന്നല്ല, നമുക്ക് എസെൻഷ്യൽ ആയതാണ്, നിർബന്ധമായിട്ട് നമ്മൾ ലൈഫിൽ ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ പ്രോപ്പറാക്കി ചെയ്യാത്തവർ നമ്മൾ പ്രോപ്പറാക്കി കൊണ്ടുവരാണിത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാമപ്പും കൂൾ ഡൗണും ഇവിടെ ഇപ്പോൾ കാണിക്കുക. അതിൻ്റെ മുന്നേ ചെറിയ വേറെ കൺഫ്യൂഷന് പല ആളുകൾക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. ഒന്ന്, ബ്രീത്ത്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ബ്രീത്ത് എടുക്കണം ഇതാക്കണം, ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ ബ്രീത്ത് നമ്മൾ സാധാരണ ലൈഫിൽ നടക്കുന്നതും സ്റ്റെപ്പ് കയറുന്നതും മറ്റുള്ള പണികളൊക്കെ എടുക്കുന്ന പോലെ തന്നെ കണ്ടാൽ മതി. ബ്രീത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകണ്ട. സെക്കൻഡ് 1, നമ്മൾ വെള്ളം കുടിക്കുന്നത് ഇൻബിറ്റ്വീനിൽ വർക്കൗട്ടിൻ്റെ മുന്നേ. ദാഹിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റും. അത് അത്യാവശ്യത്തിന് മാത്രം ചെറിയ രീതിയിൽ വെള്ളം കുടിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തേത് അതുപോലെ തന്നെ വർക്കൗട്ടിൻ്റെ ഇൻബിറ്റ്വീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവിക ടയർഡൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും റെഡി? നമുക്ക് വാമപ്പ് ഞാൻ കാണിച്ചു തരാം, കൂൾ ഡൗൺ കാണിക്കാം.
ഇത് പ്രോപ്പറായിട്ടും 3 ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് നല്ലൊരു ഇനീഷ്യേറ്റ് ആയിരിക്കും. ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൂളായിട്ട് ഡേ 1 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? റെഡി, സ്റ്റാർട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന എക്സസൈസ് 10 ഈച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. Back. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Next. Neck up down. 1 2 3 4 5 6 7 8 9 10. Next, side to side. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Switch. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Switch. 1 2 3 4 5 6 7 8 9 10. Next. 1 2 3 4 5 6 7 8 9 10. Last one. 1 2 3 4 5 6 7 8 9 and 10. അപ്പോൾ ഇതാണ് നമ്മളെ വാമപ്പ്. ഇത് നമ്മളെ മെയിൻ വർക്കൗട്ടിൻ്റെ മുന്നേ ചെയ്യുന്ന എക്സസൈസാണ്. ഇനി ഞാൻ എല്ലാ വർക്കൗട്ടും ചെയ്തതിൻ്റെ ശേഷം ചെയ്യുന്ന സ്റ്റാറ്റിക് എക്സസൈസ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 4 സ്റ്റാറ്റിക് എക്സസൈസ് അഥവാ കൂൾ ഡൗൺ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റും. റെഡി 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Switch. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Next. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Next. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Next. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. So check. 1 2 3
4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. പിന്നെ നെക്സ്റ്റ് സ്ട്രെച്ചിങ് നമ്മളെ കാഫ്സിനാണ്. നമ്മളെന്ത് മതിലോ അല്ലെ ഹാർഡായുള്ള എന്ത് സർഫേസ് മൂവ് ചെയ്യാതെ നിൽക്കുക. ഉണ്ടോ, ഹീല് പൊങ്ങാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഓക്കെ, യാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇത് പൊങ്ങരുത്. 13, 14 ആൻഡ് 15. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത വാമപ്പും പിന്നെ ലാസ്റ്റുള്ള ഈ സ്ട്രെച്ചിങ്ങും ചെയ്തിട്ട് ഒരു 3 ദിവസം പ്രാക്ടീസ് ചെയ്യുക. അത് നമുക്ക് 7 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 1 വളരെയധികം ഉപകാരപ്പെടും. റെഡി?